പാടം 2 റൗണ്ടായി പൊട്ടി മണ്ണ് നല്ല പൊടിയായി മാറിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി കുമ്മായം ഇടലാണ് കേട്ടോ. മണ്ണിൻ്റെ pH കറക്റ്റായാൽ മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ വളം വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നീറ്റുകക്ക വാങ്ങി അത് നീട്ടി കുമ്മായമാക്കണം. ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റുകക്ക പരന്ന സ്ഥലത്ത് മണ്ണിലിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം വെതറിയാൽ അത് നീറി നന്നായി പൊടിഞ്ഞ് കുമ്മായമായി മാറും. വെള്ളമൊഴിച്ചാൽ കൈകൊണ്ട് തൊടരുത്, നല്ല ചൂടായിരിക്കും. പറ്റുമെങ്കിൽ വടികൊണ്ട് ഇളക്കാവുന്നതാണ്. അതിൻ്റെ ചൂടാണ് മുകളിലേക്ക് ഉയരുന്നത്. പിറ്റേ ദിവസമാകുമ്പോഴേക്ക് നന്നായി പൊടിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി കുമ്മായമിടലാണ്. അതോടൊപ്പം ഏരിയെടുക്കാനും വളമിടാനുമുള്ള അടയാളമായും ഈ കുമ്മായമിടൽ നമുക്ക് പ്രയോജനകരമാണ്. കാരണം ഏരിയെടുക്കുമ്പോൾ കറക്റ്റായി വളമില്ലാതെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തുള്ളി നനയെ അത് ബാധിക്കും. അതിന് നമ്മൾ കയർ കെട്ടി 2 ഭാഗത്തും കുത്തിത്തറച്ച് ആ ലൈനിലാണ് കുമ്മായം ഇടുന്നത്. ഒരു 8 അടി അകലത്തിലാണ് നമ്മുടെ ഓരോ ഏരിയയും നമ്മൾ എടുക്കുന്നത്. കാരണം നിശ്ചിത അകലമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തണ്ണിമത്തം പടരാൻ നല്ല സ്ഥലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ പടർന്നാൽ മാത്രമേ വേണ്ട രൂപത്തിലുള്ള വിളവും നമുക്ക് കിട്ടുകയുള്ളൂ. അൽഹംദുലില്ലാ, ഏതായിരുന്നാലും നമ്മുടെ കുമ്മായമിടലും അതോടൊപ്പം ഏരെടുക്കാനുള്ള ലൈൻ വരക്കലും കഴിഞ്ഞിട്ടുണ്ട്. കുമ്മായമിട്ട് ചുരുങ്ങിയത് 7 ദിവസം കഴിഞ്ഞ് വേണം വളമിടാൻ. ഇൻഷാ അല്ലാഹ് തുടർ വീഡിയോകളിൽ അതും ഉണ്ടാകും.